ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ മാത്തമെറ്റിക്സ് ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുൻപേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1, അറേഞ്ച് ഇൻ ലെയിൻസ്. ഓക്കെ, ഫോർ ദ ആനുവൽ ഡേ സെലിബ്രേഷൻ ഓഫ് പുഴമറ്റം പ്രൈമറി സ്കൂൾ 328 chairs were arranged in the school auditorium equally in 8 rows. എന്താണ്? ഫോർ ദ ആനുവൽ ഡേ സെലിബ്രേഷൻ ഓഫ് പുഴമറ്റം പ്രൈമറി സ്കൂൾ. പുഴമറ്റം പ്രൈമറി സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് 328 ചെയറുകളിൽ 8 വരികളിലായിട്ട് തുല്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അതായത് 8 വരികളിൽ 328 കസേരകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ മെനി ചെയേഴ്സ് ആർ ദർ ഇൻ എ റോ? ഹൗ മെനി ചെയേഴ്സ് ആർ ദർ ഇൻ എ റോ? ഒരു റോയിൽ എത്ര കസേരകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം ടോട്ടൽ ചെയേഴ്സ് ഇവിടെ എത്രയാണ്? 328 ആണ്. ആകെ വരികൾ എത്രയാണ്? 8 റോസ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആകെ എത്ര റോസ് ഉണ്ട്? 8 ആണുള്ളത്. അപ്പോൾ ഒരു വരിയിലെ കസേര കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 328നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എഴുതാം 328 ഡിവൈഡഡ് ബൈ 8. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 41 ആണല്ലേ. ആൻസർ എന്താണ്? 41. അപ്പോൾ ഹൗ മെനി ചെയേഴ്സ് ആർ ദർ ഇൻ എ റോ? 41 ചെയേഴ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കാം. ആസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻക്രീസ്ഡ് 64 മോർ ചെയേഴ്സ് വെർ അറേഞ്ച് ഈക്വലി ഇൻ ദ 8 റോസ്. എന്താണ്? ആസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻക്രീസ്ഡ് 64 മോർ ചെയേഴ്സ്. ആളുകൾ ഇൻക്രീസ് ചെയ്ത് നോക്കുമ്പോൾ, ആളുകളുടെ എണ്ണം കൂടി നോക്കുമ്പോൾ എന്ത് ചെയ്യാണ്? 64 കസേരകൾ കൂടി ഈ 8 വരികളിൽ തുല്യമായിട്ട് അറേഞ്ച് ചെയ്യുകയാണ്. ഇതെന്ന് നോക്കൂ, നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? ഹൗ മെനി ചെയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റോ നൗ? ഇപ്പോൾ ഓരോ വരിയിലും എത്ര കസേരകൾ ഉണ്ടാവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ഒരു വരിയിൽ എത്ര കസേരകൾ നമ്മൾ കണ്ടെത്തി? 41 ആണല്ലേ. ഇനി ഇപ്പോൾ, അതായത് 64 കൂടുതൽ ചെയേഴ്സും കൂടി അറേഞ്ച് ചെയ്തിട്ടില്ല. 64 കസേരകൾ കൂടിയിട്ട് 8 വരികളിൽ തുല്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വരിയിൽ എത്ര കസേരകൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം കൂടുതലായിട്ട കസേരകൾ എത്രയാണ്? 64 ആണ്. അപ്പോൾ ആകെ വരികൾ 8 എണ്ണാണ്. അപ്പോൾ ഒരു വരിയിലെ കസേര കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 64 ഹരിക്കണം 8 അല്ലേ. 64 ഡിവൈഡഡ് ബൈ 8. നമുക്ക് അത്ര അറിയാം എത്രയാണ് ആൻസർ കിട്ടുക? 8 ആണല്ലേ. ദെൻ പറഞ്ഞിട്ടുണ്ട് ഒരു വരിയിൽ ഇനി എത്ര എണ്ണം ഉണ്ടാകുമെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു വരിയിൽ എത്ര കസേരകൾ ഉണ്ടാകുമെന്നില്ല. ആദ്യം 41 കസേരകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 8 എണ്ണം കൂടി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8 കൂടി ആഡ് ചെയ്യണം അല്ലേ. 41 + 8. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 49. ഓക്കെ, അപ്പോൾ ഹൗ മെനി ചെയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റോ നൗ? 49 ചെയേഴ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചെയേഴ്സ് ആർ അറേഞ്ച്ഡ് ഈക്വലി ഇൻ 7 റോസ്. എന്താണ് പറയുന്നത്? ഇപ്പോൾ ഉള്ള ആകെ കസേരകൾ 7 വരികളായിട്ട് തുല്യമായി നിരത്തിയാൽ ഹൗ മെനി ചെയേഴ്സ് വിൽ ബി ദർ ഇൻ എ റോ? അപ്പോൾ ഒരു വരിയിൽ എത്ര കസേരകൾ ഉണ്ടാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആകെ എത്ര കസേരകളാണ് ഉണ്ടായിട്ടുള്ളത്? 328 ആണ്. പിന്നെ എത്ര എണ്ണം കൂടിയും കൂടുതലായി ഇട്ടു? 64 എണ്ണല്ലേ. അപ്പം 328 + 64. ഇപ്പം ആകെ എത്ര കസേരകളുണ്ട്? 392. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഉള്ള ആകെ കസേരകൾ എന്ന് പറയുന്നത് 392 എണ്ണമാണ്. ഈ 392 എണ്ണത്തെ 7 റോസിലായിട്ട് ഈക്വലി ആയിട്ട് നിരത്തിയാൽ ഒരു വരിയിൽ എത്ര കസേരകൾ ഉണ്ടാകുന്നല്ലേ. അത് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 392 ഡിവൈഡഡ് ബൈ 7. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 56 അല്ലേ. 392നെ 7 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 56. ഓക്കെ, മനസ്സിലായില്ല കൂട്ടുകാർക്ക്? ഇത് നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 2, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ടൈമിംഗ് ഓഫ് ട്രെയിൻ ജേർണി ഓഫ് സുജിൻ ആൻഡ് സച്ചിൻ ഫ്രം ഷൊർണൂർ ടു തിരുവനന്തപുരം ആർ ഗിവൺ ഇൻ ദ ടേബിൾ. എന്താണ്? സുജിനും സച്ചിനും ഷൊർണൂരിലേക്ക് നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത സമയമാണ് നമുക്കിവിടെ പട്ടികയിൽ നൽകിയിട്ടുള്ളത്. സുജിൻ നോക്കൂ, ട്രെയിൻ
മാവേലി എക്സ്പ്രസ് ആണ്. ടൈം ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? പുറപ്പെട്ട സമയം എന്ന് പറയുന്നത് അതെ 23 hours and 20 minutes ആണ്. ഇത് എന്താണ്? റെയിൽവേ ടൈമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ദെൻ ടൈം ഓഫ് അറൈവൽ എന്ന് പറയുന്നത് 6 hours ആണല്ലേ. ദെൻ സച്ചിൻ തിരുവനന്തപുരം എക്സ്പ്രസ് ആണ്, വഴി കോട്ടയമാണ്. ടൈം ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് 20 hours and 40 minutes ആണ്. ദെൻ ടൈം ഓഫ് അറൈവൽ 3 hours and 44 minutes ആണ്. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഹൗ മച്ച് ടൈം ഡിഡ് സുജിൻ ടേക്ക് ഫോർ ദ ട്രാവൽ? എത്ര സമയമാണ് സുജിൻ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്, എടുത്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, നമുക്കറിയാം 23 hours and 20 minutes അവർ യാത്ര, അതായത് സുജിൻ യാത്ര പുറപ്പെട്ടത് അല്ലേ. ദെൻ ടൈം ഓഫ് അറൈവൽ എന്ന് പറയുന്നത് എത്രയാണ്? 6 hours ആണ്. ഈ 23 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 മണിക്കൂറിലേക്ക് ആക്കുമ്പോൾ അതെ 11:20 ആണല്ലേ. അപ്പോൾ 11:20 6 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6 hours and 40 minutes അല്ലേ. 6 hours and 40 minutes. നമുക്ക് നോക്കാം. 11, ദെൻ 12, 1, 2, 3, 4, 5, 6. അപ്പോൾ എത്രയായി? അതുപോലെ 20 മിനിറ്റ്സും ഇല്ലേ, അപ്പോൾ എത്ര ഉണ്ടാവും? 40 മിനിറ്റ്സും അല്ലേ. അതായത് 6 hours, അതായത് 6 മണിക്കൂറും 40 മിനിറ്റും. ഓക്കെ, അപ്പോൾ ഹൗ മച്ച് ടൈം ഡിഡ് സുജിൻ ടേക്ക് ഫോർ ദ ട്രാവൽ? 6 hours and 40 minutes. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ടൈം ഡിഡ് സച്ചിൻ ടേക്ക് ഫോർ ദ ട്രാവൽ? സച്ചിൻ ട്രാവൽ ചെയ്യാൻ, യാത്ര ചെയ്യാൻ വേണ്ടി എടുത്ത സമയം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ടൈം ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് 20 hours and 40 minutes ആണ്. ദെൻ ടൈം ഓഫ് അറൈവൽ എത്രയാണ്? 3:44 ആണല്ലേ. അപ്പോൾ 20 hours and 40 minutes എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്മൾ 12 മണിക്കൂറിലേക്ക് ആക്കുമ്പോൾ അതെ 8 hours and 40 minutes. Then 8 hours and 40 minutes to 3 hours and 44 minutes എത്രയായിരിക്കും? അതെ 7 hours and 4 minutes അല്ലേ. 7 മണിക്കൂറും 4 മിനിറ്റ്സും. ഓക്കെ, then നെക്സ്റ്റ് നോക്കാം. Who took more time for the travel? ആരാണ് യാത്രയ്ക്ക് കൂടുതൽ ടൈം എടുത്തുള്ളത് ചോദിച്ചിട്ടുള്ളത്? ആരാണ്? നോക്കൂ, ചിത്രത്തിൽ നോക്കൂ, ആരാണ് കൂട്ടുകാരെ? നമ്മൾ എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ആരാണ്? അതെ സച്ചിനാണല്ലേ. ആരാണ്? സച്ചിനാണ്. ദെൻ നെക്സ്റ്റ് നോക്കാം. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദ ഗിവൺ പിക്ചർ? തന്നിട്ടുള്ള ചിത്രത്തിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? അതെ 8 ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. ദെൻ വിച്ച് ഫിഗർ എമംഗ് ദ ഫോളോയിങ് ഷോസ് ആസ് 1/4 ഇൻ ദ ഷെയ്ഡഡ് പോർഷൻ? ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷനിൽ 1/4 നൽകുന്ന 4 ഷോ ചെയ്യുന്ന, അതായത് 1/4 ഭാഗം വരുന്ന ഫിഗർ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 4-1 ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? അത് ഫിഗർ 3 ആണ്. ആൻസർ എന്താണ്? ഫിഗർ 3. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3 റൈസ് ഡിസ്ട്രിബ്യൂഷൻ, അരി വിതരണം അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ദർ ആർ 255 സ്റ്റുഡൻസ് ഇൻ പാലപ്പുറം LP സ്കൂളിൽ പാലപ്പുറം LP സ്കൂളിൽ 255 സ്റ്റുഡൻസ് ഉണ്ട്. 5 kilograms റൈസ് ഈസ് അലോട്ടഡ് ടു ഈച്ച് ചൈൽഡ്. ഓരോ കുട്ടിക്കും 5 kilogram റൈസ് എന്താണ് അനുവദിച്ചിട്ടുണ്ട്. എ പിക്കപ്പ് വാൻ ആൻഡ് പെട്ടി ഓട്ടോ വേർ ഹെയർ ടു ട്രാൻസ്പോർട്ട് അലോട്ടഡ് റൈസ് ഫ്രം ദ ഗോഡൗൺ ടു സ്കൂൾ. എന്താണ്? ഈ അരി സ്കൂളിൽ നിന്നും എത്തിക്കാനായിട്ട് ഒരു പിക്കപ്പ് വാനും ഒരു പെട്ടി ഓട്ടോയും വിളിച്ചു. A pickup man carry a minimum of 1 ton of rice and the petty auto can carry 4 കിൻഡൽസ്. എന്താണ്? പിക്കപ്പ് വാനിൽ 1 ടണ്ണും പെട്ടി ഓട്ടോയിൽ 4 കിൻഡലും കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ക്യാൻ ബി ലോഡഡ് ബോത്ത് ഇൻ ദ പിക്കപ്പ് വാൻ ആൻഡ് ദ പെട്ടി ഓട്ടോ? എന്താ പറഞ്ഞിട്ടുള്ളത്? പിക്കപ്പ് വാനിലും പെട്ടി ഓട്ടോയിലും കൂടിയിട്ട് ഇപ്പോൾ ആകെ എത്ര കിലോഗ്രാം അരി കയറ്റാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 1 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതെ 1000 kg ആണ് അല്ലേ. 1000 kilogram ആണ്. അപ്പോൾ 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 kilogram ആണ്. അപ്പോൾ 4 കിൻഡൽ എത്രയാകും? 400 kilogram അല്ലേ. നമുക്കറിയാം
പിക്കപ്പ് വാൻ ക്യാരി മാക്സിമം ഓഫ് 1 ടൺ റൈസ് ആണ്. 1 ടൺ റൈസ് അല്ലേ. ഇതിന് അതുപോലെ തന്നെ പെട്ടിയോട്ടോ എത്രയാണ്? ക്യാരി 4 കിൻഡൽസും ആണ്. അപ്പോൾ ഇനി നമുക്ക് ആകെ കണ്ടെത്താമല്ലോ. പിക്കപ്പ് ക്യാനിൽ കയറ്റാവുന്ന അരി എന്ന് പറയുന്നത് 1 ടണ്ണാണ്, അതായത് 1000 കിലോഗ്രാം ആണ്. ഇനി പെട്ടിയോട്ടോയിൽ കയറ്റാവുന്ന അരി എത്രയാണ്? 4 കിൻഡലാണ്. 4 കിൻഡൽ എന്ന് പറഞ്ഞാൽ അത് 400 കിലോഗ്രാം ആണ്. ഇനി 2 വാഹനത്തിലുമായിട്ട് കയറ്റാവുന്ന അരിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കപ്പോൾ എങ്ങനെ കണ്ടെത്താം? യെസ്, 1000 + 400 എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 1400 കിലോഗ്രാംസ്, 1400 കിലോഗ്രാം. ഓക്കെ, then how many kilogram of rice should be taken to school? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി കിലോഗ്രാം ഓഫ് റൈസ് ഷുഡ് ബി ടേക്കൺ ടു സ്കൂൾ? സ്കൂളിലേക്ക് എത്ര കിലോഗ്രാം അരി കൊണ്ടുപോകണം? നമുക്കറിയാം സ്കൂളിലെ ആകെ കുട്ടികളെന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? യെസ്, 255 ആണ്. ദെൻ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന അലൗട്ട് ചെയ്ത അരി എത്രയാണ്? റൈസ് കളക്റ്റഡ് ഫോർ ഈച്ച് ചൈൽഡ് എന്ന് പറയുന്നത് 5 കിലോഗ്രാം ആണ്. അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട അരി എന്ന് പറയുന്നത് ടോട്ടൽ റൈസ് ഷുഡ് ബി ടേക്കൺ ടു സ്കൂൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം? യെസ്, 255നെ എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി. അതായത് ടോട്ടൽ സ്റ്റുഡൻസിനെ റൈസ് അലോട്ടഡ് ഫോർ ഈ ചൈൽഡ്, അതായത് 5 കിലോഗ്രാം കൊണ്ട് നമുക്ക് ഗുണിച്ച് നോക്കാം. അപ്പോൾ ടോട്ടൽ റൈസ് ഷുഡ് ബി ടേക്കൺ ടു സ്കൂൾ എത്രയാണ്? അത് 255 × 5 1275 കിലോഗ്രാം ആണ്. ഓക്കെ, ഇതിന് നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. 4 കിൻഡൽ ഓഫ് റൈസ് ഈസ് ലോഡഡ് ഇൻ ദ പെട്ടി ഓട്ടോ. ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് വിൽ ഹാവ് ടു ലോഡഡ് ഇൻ ദ പിക്കപ്പ് വാൻ? എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതായത് പെട്ടി ഓട്ടോയിൽ എത്രയാണ്? 4 കിൻഡൽ അരിയാണ് കയറ്റിയത്. പിക്കപ്പ് വാനിൽ എത്ര കിലോഗ്രാം അരി കയറ്റേണ്ടി വരുമെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ആകെ അരി എത്രയാണ്? കൊണ്ടുപോകേണ്ട അരി എന്ന് പറയുന്നത് എത്രയാണ്? അത് 1275 കിലോഗ്രാംസ് ആണല്ലേ. അപ്പോൾ പെട്ടി ഓട്ടോയിൽ കയറ്റിയ അരി നമുക്കറിയാം 4 കിൻഡലാണ്, അതായത് 400 കിലോഗ്രാം ആണ്. 4 കിൻഡൽസ് ഈക്വൽ ടു 400 കിലോഗ്രാം ആണല്ലേ. അപ്പോൾ പെട്ടി ഓട്ടോയിൽ കയറ്റിയതിന് ശേഷം ബാക്കിയുള്ള അരി നമുക്ക് കണ്ടെത്താമല്ലോ. എങ്ങനെ കണ്ടെത്താം? യെസ്, 1275 - 400 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? യെസ്, 875 കിലോഗ്രാം ആണല്ലേ. അപ്പോൾ പിക്കപ്പ് വാനിൽ കയറ്റേണ്ട അരിയുടെ അളവ് നമ്മൾ കണ്ടെത്തിയല്ലോ. എത്രയാണ്? അതെ, 875 കിലോഗ്രാംസ്. ഓക്കെ, 1275 - 400 875 കിലോഗ്രാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി ഫോർ കിച്ചൺ ഗാർഡൻ. ദ സ്കൂൾ കിച്ചൺ ഗാർഡൻ in 10 meters long and 6 meters wide. A 4-line wire fence to be fixed around this. Fixing 1 meter wire fence of 1 line cost of 30 rupees. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്കൂളിലെ അടുക്കള തോട്ടത്തിന് 10 മീറ്റർ നീളം ലോങ് ഉണ്ട്, അതുപോലെ തന്നെ 6 മീറ്റർ എന്താണ് വൈഡ് ഉണ്ട്, വീതിയുമുണ്ട്. ഇതിന് ഇനി എത്ര കമ്പിവേലി കിട്ടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? നോക്കൂ, 4 ലൈൻ ഫയർ അല്ലേ, അതിന് 4 വരി കമ്പിവേലി കെട്ടണം. 1 മീറ്റർ നീളത്തിൽ 1 വരി കമ്പിവേലി കെട്ടാൻ 30 രൂപ ചിലവാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ കിച്ചൺ ഗാർഡൻ? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ കിച്ചൺ ഗാർഡൻ? കിച്ചൺ ഗാർഡൻ്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ചുറ്റളവ് കണ്ടെത്താൻ എന്താണ്? നീളം പ്ലസ് വീതി ഇൻറ്റു 2 ആണല്ലേ. അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇൻറ്റു 2. അപ്പം നീളം നമുക്കറിയാം എത്രയാണ്? ലെങ്ത് എത്രയാണ്? 10 മീറ്റർ ആണ്. ദെൻ ബ്രെഡ്ത്ത് എത്രയാണ്? 6 മീറ്റർ ആണ്. അപ്പം ഇനി പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി? യെസ്, എന്താണ്? 10 + 10 + 6 + 6 എന്ന് ചെയ്താലും അങ്ങനെയും കണ്ടെത്താം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 10 + 6 ഇൻറ്റു 2, അതായത് 10 + 6 നമുക്കറിയാം എത്രയാണ്? 16. ദെൻ 16 ഇൻറ്റു 2, യെസ് 32. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 10 + 10 + 6 + 6 കണ്ടെത്തി 32 മീറ്റർ കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? പെരിമീറ്റർ കാണാൻ നീളം പ്ലസ് വീതി ഇൻറ്റു 2 എന്ന ലെവലിൽ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? 10 + 6 ഇൻറ്റു 2, അതായത് 16 ഇൻറ്റു 2 32 മീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ്
ദ ലൈൻ ഓഫ് വയർ ഫെൻസ് ആൻഡ് അറൗണ്ട് ദ കിച്ചൺ ഗാർഡൻ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? യെസ്, തോട്ടത്തിന് ചുറ്റും ഒരു വരി കമ്പി വേലി കെട്ടാൻ എത്ര രൂപ ചെലവാക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ തോട്ടത്തിൻ്റെ ചുറ്റളവ് കണ്ടെത്തി. എത്രയായിരുന്നു? യെസ്, 32 മീറ്റർ ആണല്ലേ. ഇനി 1 മീറ്റർ കമ്പി വേലി കെട്ടാൻ വേണ്ട ചിലവെന്ന് പറയുന്നത് നമുക്കറിയാം. എത്രയാണ്? 30 ആണ്. 30 റുപ്പീസ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 32 മീറ്റർ കെട്ടാനുള്ള ചിലവ് അപ്പം നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതെ, 32 × 30. എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതെ, 960 റുപ്പീസ്. 960 റുപ്പീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ കോസ്റ്റ് ഫോർ ഫെൻസിങ് 4 rows ഓഫ് വിത്ത് ഫെൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഫിക്സിങ് 4 rows ഓഫ് വയർ ഫെൻസ്? 4 വരി കമ്പിവേലി കെട്ടാൻ എത്ര രൂപ ചിലവാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ തോട്ടത്തിൻ്റെ ചുറ്റളവ് കണ്ടെത്തി. എത്രയായിരുന്നു? 32 മീറ്റർ ആണ്. തോട്ടത്തിൻ്റെ ചുറ്റളവ് എത്രയായിരുന്നു? യെസ്, 32 മീറ്റർ ആണ്. ഇനി 32 മീറ്റർ ഒരു വരി കെട്ടാനുള്ള ചിലവ് നമ്മൾ കണ്ടെത്തി 960 ആണെന്ന്. അപ്പോൾ 4 വരി കെട്ടാൻ ഉള്ള ചിലവ് നമുക്ക് കണ്ടെത്താമല്ലോ. എത്രയാണ്? 960 × 4. അതായത് തോട്ടത്തിൻ്റെ ചുറ്റളവ് 32 മീറ്റർ ആണ്. അങ്ങനെ 32 മീറ്റർ ഒരു വരി കെട്ടാനുള്ള ചിലവ് നമ്മൾ എത്രയാണെന്ന് കണ്ടെത്തി? 960 ആണെന്ന് കണ്ടെത്തി അല്ലോ. ഇനി എന്താണ്? 4 വരി കെട്ടാനുള്ള ചിലവല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതേ, 960 × 4. എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 3840 റുപ്പീസ് അല്ലേ. 3840 റുപ്പീസ്. 3840 റുപ്പീസ്. ഓക്കെ, ആക്ടിവിറ്റി 5 നോക്കാം. കൗണ്ട് ആൻഡ് റൈറ്റ്. എണ്ണാം എഴുതാമല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ വെള്ളിമല UP സ്കൂൾ ദിസ് ഇയർ. വെള്ളിമല UP സ്കൂളിൽ ഈ പ്രാവശ്യമുള്ള കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം നൽകിയിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ക്ലാസ് ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഏതാണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം നമ്മൾ കണ്ടെത്തണം. നോക്കൂ, എ പിക്ചർ ഓഫ് എ ചൈൽഡ് ഇൻഡിക്കേറ്റ്സ് 10 ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചിത്രം എന്ന് പറയുന്നത്, ഒരു കുട്ടിയുടെ ചിത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 10 ചിൽഡ്രനെയാണ്. അപ്പോൾ നോക്കൂ, ക്ലാസ് 1 ബോയ്സ് എത്രയായിരിക്കും? അതെ, 40 അല്ലേ. 1 10 ആകുമ്പോൾ 4 എണ്ണല്ലേ. 4 കുട്ടികളുടെ ചിത്രം നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ 4 10 40. ദെൻ ഗേൾസ് നോക്കൂ, 6 എണ്ണമില്ലേ. അപ്പോൾ 60 അല്ലേ. അങ്ങനെ ഓരോന്നിൻ്റെയും എണ്ണം നമ്മൾ കണ്ടെത്തുക. ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിച്ച് ക്ലാസ് ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? അപ്പോൾ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം കൂട്ടി നോക്കിയാൽ ഏറ്റവും കൂടുതൽ വരുന്നതല്ലേ. അപ്പോൾ വിച്ച് ക്ലാസ് ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? അതെ, ക്ലാസ് 2 ആണല്ലേ. എത്ര കുട്ടികളാണുള്ളത്? യെസ്, 110. 110 കുട്ടികളുണ്ടല്ലേ ആകെ. ദെൻ നെക്സ്റ്റ് നോക്കൂ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ? ടോട്ടൽ നമ്പറാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ബോയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 280 ആണല്ലേ. ടോട്ടൽ ബോയ്സ് എത്രയാണ്? 280 ആണ്. ഇനി ടോട്ടൽ ഗേൾസ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ അതെ, 330 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ? യെസ്, രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ മതിയല്ലേ. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ്, 610. 610. ദെൻ ഹൂ ആർ മോർ, ഗേൾ ഓർ ബോയ്സ്? ഗേൾസ് ആണോ ബോയ്സ് ആണോ കൂടുതലെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗേൾസ് ആണോ ബോയ്സ് ആണോ കൂടുതലുള്ളത്? അതെ, ഗേൾസ് തന്നെയാണല്ലേ. ടോട്ടൽ ഗേൾസ് നമ്മൾ കണ്ടെത്തി എത്രയായിരുന്നു? 330 ആണ്. അപ്പോൾ ഗേൾസ് ആണ് കൂടുതലുള്ളത്. ഹൗ മെനി മോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ ബോയ്സ് എത്രയായിരുന്നു? 280 അല്ലേ. ടോട്ടൽ ഗേൾസ് 330. അപ്പം നമുക്കിനി ഡിഫറൻസ് കണ്ടെത്താമല്ലോ. 330 - 280 എത്രയാണ് കിട്ടുന്നത്? അതെ, 50 അല്ലേ. ഹൗ മെനി മോർ? യെസ്, 50. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 6 നോക്കാം. എമൗണ്ട് ആൻഡ് നോട്ട്സ്. The salary received by Rekha, Binsi and Arun last month are given below. അവസാന മാസത്തിൽ ആരൊക്കെയാണ്? രേഖയും ബിൻസിയും അരുണും വാങ്ങിയ സാലറിയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ടേബിൾ. നമ്മളോട് ഇവിടെ എന്താണ്? ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. നെയിം, നോട്ട്സ് ഓർ കോയിൻസ്, എമൗണ്ട് എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അരുൺ നോക്കൂ, 6 2000 200s 8 10 6 ones. 6 2000 ആണല്ലേ. 6 6 2000, 2 100, 8 10, 6 1. അപ്പോൾ എമൗണ്ട് എത്രയായിരിക്കും? അതെ,
എത്രയാണ് 12,286 12,286. Then ബിൻസി ഫോർ 2,000, then 1,400, 12 tens and 2 ones. എത്രയായിരിക്കും? യെസ് 9,522. Then രേഖ 5 2,000, 10 hundreds, then 15 tens, 5 ones. എത്രയാണ്? ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹൂ ഗോട്ട് ദ ഹയസ്റ്റ് സാലറി? ആരാണ് ഏറ്റവും കൂടുതൽ സാലറി മേടിച്ചിട്ടുള്ളതെന്നാണ് ചോദിച്ചത്. ആർക്കാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്? അതെ, അരുണാണല്ലേ. 12,286. ദെൻ ഹൂ ഗോട്ട് ദ ലോവസ്റ്റ് സാലറി? ലോവസ്റ്റ് ആരാണ്? അതെ, ബിൻസിയാണ്. ആൻസർ ബിൻസി. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.